ഇറാനിൽ വീണ്ടും വൻ സ്ഫോടന പരമ്പരകൾ. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ഉയർന്ന സ്ഫോടന ശബ്ദങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ലെന്ന് വ്യക്തമാക്കി അമേരിക്ക. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ രാജ്യത്ത് വീണ്ടും വൻ സ്ഫോടന പരമ്പരകൾ. രാജ്യത്തെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന തെക്കൻ ഇറാനിലെ ബുഷറിൽ ഉൾപ്പെടെയാണ് വലിയ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ പുതിയ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ സൈന്യമല്ലെന്ന് US ഔദ്യോഗികമായി വ്യക്തമാക്കി. ദിവസങ്ങൾ നീണ്ട വിലാപയാത്രകൾക്കും ചടങ്ങുകൾക്കുമൊടുവിൽ കിഴക്കൻ നഗരമായ മഷാദിലെ ഇമാം റസയുടെ ശവകുടീരത്തിലാണ് അലി ഖമേനിയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ അടക്കം ചെയ്തത്. ട്രംപിനെ ഞങ്ങൾ വധിക്കും എന്നെഴുതിയ പ്ലക്കാർഡുകളേന്തി 10,000-കണക്കിന് ആളുകളാണ് അമേരിക്കയ്ക്കെതിരെ കടുത്ത മുദ്രാവാക്യം വിളിച്ച് ചടങ്ങുകളിൽ പങ്കെടുത്തത്. എന്നാൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് രാജ്യത്ത് പലയിടത്തും വീണ്ടും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ബുഷർ, കൊനാരക്, ചെഗോദക്, ബന്ദർ അബ്ബാസ് തുടങ്ങിയ തന്ത്രപ്രധാന നഗരങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിച്ച സാഹചര്യത്തിൽ ഈ പുതിയ സ്ഫോടനങ്ങൾക്ക് പിന്നിലും അമേരിക്കയാണെന്ന സംശയം ശക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ യാതൊരുവിധ സൈനിക നീക്കങ്ങളോ വ്യോമാക്രമണങ്ങളോ അമേരിക്ക നടത്തിയിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ശത്രുക്കളുടെ ഡ്രോണുകളെയോ മിസൈലുകളെയോ തകർക്കാൻ ഇറാന്റെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതാണോ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ സൈന്യം അന്വേഷിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര.